ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ഒരു റീഡിംഗ് ആണത്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതായത് ഒരു വെറൈറ്റി റീഡിംഗ് ആണ്. നിങ്ങളെക്കുറിച്ച് നമുക്ക് ഒരു റീഡിംഗ് എടുക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങും. ഇതിൽ വരുന്ന ക്ലോസ്, സിറ്റുവേഷൻസ് ഇതെല്ലാമായിട്ട് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക. ഇനി ഈ ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങൾ റെസിനേറ്റ് ആകുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് പരിശ്രമിക്കുക. അപ്പോൾ നമ്മൾ കാർഡുകൾ ഷഫിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് ഇവിടെ ഇന്നിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് സോർഡ്സ്, ദ ചാരിയോട്ട് ആൻഡ് ഏക്ക് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ എനർജി, അതായത് നിങ്ങളുടെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് തിങ്കിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഓവർ തിങ്കിങ് ഉള്ള ഒരു പേഴ്സണാണ് നിങ്ങളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്തിട്ട് പല കാര്യങ്ങളും നിങ്ങൾ തിങ്ക് ചെയ്ത് കാട് കയറി പോകുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളുമുണ്ട്. അതായത് നിങ്ങൾക്ക് പല ഡിസയേഴ്സ് ഉണ്ട്. നിങ്ങൾ ചെറുപ്പം മുതലേ കൊണ്ട് നടക്കുന്ന പല ആഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ട്. അതൊക്കെ നേടിയെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്കുള്ള നല്ലൊരു ഐഡിയ ഉണ്ട്. അതിനൊരു പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്കുണ്ട്. കഴിവുകളൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷേ ഈ കഴിവുകളൊന്നും, നിങ്ങളുടെ ഒരു ഇന്നർ കഴിവുകളൊന്നും ആരും അറിയുന്നില്ല എന്നാൽ നിങ്ങൾക്ക് നല്ല ഒരു വിഷമമുണ്ട്. അപ്പോൾ ഈ കഴിവുകളെല്ലാം വേണ്ട വിധത്തിൽ പ്രവർത്തിപ്പിച്ച് കഴിഞ്ഞാൽ സക്സസ്സിലെത്തുമെന്ന് നിങ്ങൾക്കറിയാം. ആ സക്സസ്സിലെത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ സെക്കൻഡായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അത് ചിലപ്പോൾ ബിസിനസ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് നല്ല ഐഡിയാസ് ഉള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് നിങ്ങളൊരു മടി കൊണ്ടോ അല്ലെങ്കിൽ അതിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുമ്പോൾ പിന്നീട് അത് പുറകോട്ട് വരികയും അത് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുകയാണ് സാധാരണ നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവമുള്ള, എടുത്തുചാടി ആക്ഷൻസ് റിയാക്ഷൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് ഒരു നെഗറ്റീവ് ചിന്തകളാണ്. നെഗറ്റീവ് ചിന്താഗതിയുള്ള ഒരു വ്യക്തിയാണ്. നെഗറ്റീവ് ചിന്താഗതി മാത്രമല്ല, അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ നിങ്ങളത് ഡൗൺ ആക്കുന്നു. അങ്ങനെ നെഗറ്റീവ് ചിന്താഗതിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ആ ഒരു എനർജി നിങ്ങളെ ഡൗൺ ആക്കി കളയുകയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഇതിൽ ചിലവർക്ക് ചുരുക്കം ചിലരെ ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് വളരെ കാമായിട്ട് ശാന്തമായിട്ടുള്ളവരായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആളുകൾ ഭയങ്കരമായിട്ടും ഓവർ ആക്ട് ചെയ്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവർ റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് പോലും റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇവർ. അവർക്ക് അങ്ങനെ കൃത്യമായിട്ട് എപ്പോൾ റിയാക്ട് ചെയ്യണം, എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പോയാൽ മതി. അത് ഒരു ശാന്തമായിട്ട് ഇരിക്കുന്ന ആളുകളാണ്. റിയാക്ട് ചെയ്യേണ്ട ടൈമിൽ പോലും റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ചെയ്യുന്നില്ലാത്ത കുറച്ച് ആളുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കുന്നതാകാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം
എന്താണെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ആ പരിഹാരം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അതിൽ മടുത്ത് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി മറ്റുള്ളവർക്ക് നല്ലൊരു ഗൈഡൻസും മോട്ടിവേഷനും അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പരിഹാരം ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നുള്ള ഐഡിയാസൊക്കെ കൊടുക്കാനായിട്ട് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള പേഴ്സണാണെന്നല്ല, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങളെല്ലാം ഉണ്ടെങ്കിലും പ്രസൻ്റ്ലി നിങ്ങൾ നോക്കുമ്പോൾ ഒരു ചിരിച്ച മുഖത്തോടുള്ള ഒരു നിങ്ങളെയാണ് കാണാനായിട്ട് പറ്റുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് കാണുന്നത് ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നത് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് തോട്ട്സും മറ്റുമൊക്കെ ആണെങ്കിലും പുറത്ത് ചിരിച്ച് കളിച്ച് നടക്കുന്നു എന്ന് നമുക്ക് കാണുന്നു. പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കാനും മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാകും ഈ വ്യക്തിക്ക്. പിന്നെ നിങ്ങൾക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഒറ്റയ്ക്ക് ഇരുന്ന് മാത്രം കരയാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ നമുക്കൊരു 2 കാർഡ് കൂടി നമുക്ക് എടുത്തു നോക്കാം. ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് സ്വന്തം ഒരു ഇൻഡിപെൻഡൻ്റ് ആകാനായിട്ട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായി നിൽക്കാൻ, തൻ്റെ കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ. മറ്റുള്ളവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്നില്ല. ചിലപ്പോൾ ഇഷ്ടംമാരെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടത് തന്നെ ഒരു ആവശ്യം വരുന്നുണ്ടാകുന്നില്ല. പക്ഷേ എങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങൾ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. സ്ട്രോങ് ക്യാരക്ടറാണ് നിങ്ങൾ. നല്ല കേപ്പബിലിറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന, എന്ത് പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാലും അതിനൊരു പരിഹാരം കണ്ടുപിടിച്ച് കൊടുക്കാൻ കഴിവുള്ള, പുതിയ ഐഡിയാസുള്ള, അങ്ങനെ ഒരു സ്ട്രോങ് തിങ്കിങ് ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നു, നെഗറ്റീവ് തിങ്കിങ് ചെയ്യുന്നു, നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു എൻഡ് ഫോക്കസിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അത് ഇപ്പോൾ ഒരാളുടെ തെറ്റായിട്ടോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയാണ്. അതേ നമുക്ക് അതിനകത്തുനിന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ ഒരു തിങ്കിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് മനസ്സിലായിരിക്കുകയാണ്. അപ്പോൾ ഇനി യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അഡ്വൈസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് എംപറർ കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. കിങ് ഓഫ് കപ്സ്. ഇത്തരം കാർഡുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂണിവേഴ്സ് നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, നിങ്ങൾ സേഫാണ്. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഓവർ തിങ്കിങ് നിർത്തുക. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അതുപോലെ തന്നെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാതെ ഇരിക്കുക. ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നു, എന്നിട്ട് പാതി വഴിയിൽ അത് ഇട്ടിട്ട് പോകാതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അതുപോലെ ചില ആളുകൾക്ക് കുറച്ച് അഡിഷൻസ് ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. അങ്ങനെയുള്ള അഡിഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ഇവിടെ യൂണിവേഴ്സ് അഡ്വൈസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ സേഫാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നിങ്ങൾ തന്നെ നിങ്ങളെ ഹീൽ ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ കണ്ടെത്തി അതിൽ നിന്നൊക്കെ നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് ഒരു എനർജി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്താണ് ആ നെഗറ്റീവ് തോട്ട്സ് വരാനുള്ള കാരണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അത് കണ്ടുപിടിച്ച് തിരുത്താനായിട്ട് ശ്രമിക്കണം. പിന്നെ ഒരു ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുക. അതായത് ഒരു ലക്ഷ്യം വേണം. എപ്പോഴും നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിക്കണം. 1-2 ദിവസം കഴിഞ്ഞിട്ട് ഒരു കാര്യം തീരുമാനിച്ചു, നമ്മളതിലേക്ക് പ്രവർത്തിച്ചു, കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ മടുപ്പ് തോന്നുക, അല്ലെങ്കിൽ തടസ്സങ്ങൾ വരും. എന്ത് കാര്യത്തിനാണെങ്കിലും തടസ്സങ്ങളൊക്കെ വരും, സ്വാഭാവികമാണ്.
അങ്ങനെ തടസ്സങ്ങൾ വരും. എന്നാൽ ഒരു ഫോക്കസ് എൻഡിലേക്ക്, അവസാനത്തിലേക്ക് ഒരു ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്, നിങ്ങളോട് തരുന്ന ഒരു അഡ്വൈസ്. അതുപോലെ തന്നെ യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യൂ. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ പോകുന്നത് തെറ്റായ വഴിയിലാണോ എന്നൊക്കെ ഇങ്ങനെ സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിനുള്ള സയൻസൊക്കെ യൂണിവേഴ്സ് തരും. അങ്ങനെ തരുന്ന സയൻസുകളൊക്കെ കണ്ട് മനസ്സിലാക്കുക. അത് കണ്ട് മനസ്സിലാക്കാനായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അഡ്വൈസുകൾ. അപ്പോൾ റീഡിങ് ആർക്കെങ്കിലുമായിട്ട് റെസിനേറ്റ് ചെയ്തെങ്കിൽ ദയവായിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.